ആ വീട്ടിൽ ആരാ വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല 5 മിനിറ്റ് അപ്പ ഓടും. പിന്നെ ലൈറ്റ് ഓഫ് ആക്കി, ലൈറ്റ്സ് എല്ലാം ഓഫ് ആക്കി. You know about jinn? So there is like 3 kind of jinn was there. One is like a small one. They will destroy everything financially. പൊട്ടിക്കുകയൊക്കെ ചെയ്യും. സാധനങ്ങളും പൊട്ടിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പറ്റില്ലാത്ത ഞാൻ 3 മാസം ഹോട്ടലിലാണ് താമസിച്ചത്. It was like a paranormal activity. എന്താ 1000 contestant, why you are only talking? See, നമുക്ക് ഒരു ആള് എൻ്റെ കൂടെ ജെന്യുവൻ ആയിട്ട് ഇരിക്കി പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടില്ലേ? ഞാനിപ്പോ നെവിനെ പറഞ്ഞോണ്ട് എനിക്ക് ദേഷ്യം വരും. അല്ല, അത് ഞാൻ ആസ് എ ഗെയിം എന്റെ പേഴ്സണൽ what game he has done in that house? എന്താ എന്റർടൈനിങ് ചെയ്തിട്ടുണ്ടോ? കോമലി കളി മാത്രം കളിച്ചിട്ട് ഇരിക്കുന്നില്ലേ? വേറെ എന്താ ചെയ്ത് അവന് അവിടെയാ ബാൻഡ് ഫസ്റ്റ് കട്ടടിക്കണം. അതാ നമുക്ക് അറിയത്തോ ആദ്യം കട്ടടിക്കാൻ വേണ്ടി. എനിവേ അവന് അവന്റെ ഡ്രസ് കിട്ടി ഫസ്റ്റ്. ബാക്കി 19 നോ പ്രോബ്ലം. ആസ് എ ഗെയിം ഞാൻ പറയുകയാണെങ്കിൽ റിയലി വെൽ. ഇല്ല, ഞാൻ വൈ കാരണം അത്ര യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടാണ് അവരെ കേറി കഴിഞ്ഞിട്ട് അവിടെ താങ്ക്സ് ലെസ് ഒരു ആൾക്ക് എത്ര സപ്പോർട്ടിന് ആവശ്യമില്ല, എന്താ ആവശ്യമുണ്ടോ എനിക്ക് അറിയത്തില്ല. ബട്ട് അത് വേറെ. ഞാൻ ആസ് എ ഗെയിം ഇപ്പൊ ചോദിച്ചതിനെ എന്താ ഗെയിം അവനെ കളിച്ചവരെയാ. അതില് ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു ബാൻഡ് വാങ്ങിച്ചിട്ടാണ് അവന് ഗെയിം ആയി. അങ്ങനെ അവന് 1000 ബാൻഡ് ഞാൻ കൊണ്ടുപോയി കട്ടടിച്ച് ഐ കൻ ടീഫ് 1000 ബാൻഡ്. എന്റെ ഗെയിം പെണ്ണുങ്ങളൊക്കെ പ്രൊപ്പോസ് ചെയ്തിട്ട് പിന്നെ ആണുങ്ങളുടെ കെട്ടിപ്പിടിച്ചിട്ട് പറയന്റെ പാത്രം ഉണ്ടായിരിക്കും. അല്ല, എല്ലാരും തല്ലൂടാനുള്ള സ്ട്രാറ്റജി ആയിട്ടാ വന്നത്. അവനെ ഓരോ തല്ലൂടായില്ല 2 ദിവസം പാത്രം അവിടെ ഇരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ കൊമലി കളി കളിച്ചിട്ടാണ് പോണത്. അത്ര അവന്റെ കാര്യം ഞങ്ങൾ എന്താ സംസാരിക്കുന്നത്. ഇറ്റ്സ് അവർ ഇന്റർവ്യൂ. നോ, ഇഫ് യു ലൈക്ക് ഇറ്റ് ഗോ ഹോം ആൻഡ് പുട്ട് ദ ബോർഡ് ആൻഡ് contestant. അപ്പൊ എനിക്ക് പറയണ്ടേ, there are 1000 contestants, why you are only talking about my favorite, right? What your favorite? അല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞു പോകുന്നത്. നിങ്ങളിപ്പോഴവിടെ ഞാൻ ഇത് തന്നെ ഞാൻ അഭിഷേകിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ച് പണി മേടിച്ചിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞേ ആ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ കൊടുത്തു. ഒരു ഇന്റർവ്യൂ, ചെറിയ ഇന്റർവ്യൂ. എനിക്ക് ഓക്കെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇത് പേഴ്സണലി ഞാൻ ഒരു വീഡിയോ വാട്സാപ്പാക്കി തരാം. അത് ഇന്റർവ്യൂ റിലീസ് ആക്കട്ടെ. അതെന്ത് വീഡിയോ? അപ്പൊ തന്നെ പേഴ്സണൽ ഞാൻ വേഷം കെട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ അഭിഷേക് അതിനെന്തെങ്കിലും പറയാനുണ്ടോ? പണി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പണികളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട് ഭയങ്കര പണി കിട്ടിയിട്ടുണ്ട് ചിലര് ചെറുതായിട്ട്. പക്ഷെ അവര് നന്നാവണമെങ്കിൽ നന്നാവട്ടെ, അത്ര എനിക്ക് മൈൻഡിലുള്ളൂ. ഇപ്പൊ നമ്മള് നമ്മുടെ കാര്യം അല്ല അങ്ങനെ സെറ്റപ്പ്. എനിക്ക് ലൈഫിലെ ഒരു ഏറ്റവും വിഷമം തോന്നുന്നത് എൻ്റെ വീട്ടിലെ ഒന്നുമില്ലാത്ത വന്നിട്ട് വലിയ പൊസിഷനിൽ എത്തി കഴിഞ്ഞിട്ട് ഞാൻ വീടിന് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പറ്റില്ലാത്ത ഞാൻ 3 മാസം ഹോട്ടലിലാണ് താമസിച്ച്. ഇറ്റ് വാസ് ലൈക്ക് എ പാരനോർമൽ ആക്ടിവിറ്റി. എന്താ പാരനോർമൽ ആക്ടിവിറ്റി ഇൻ ദ ഹൗസ്. ജാനുവിന്റെ വീട്ടില് 3 months ഞാൻ ഹോട്ടലിൽ 91 days ഞാൻ മാറി ഇരിക്കണം ആ വീട്ടിൽ. പിന്നെ ഞാൻ കയറാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് മേക്കപ്പ് കിറ്റ് എനിക്ക് 2 തുണി വെച്ചിട്ടാണ് എനിക്ക് ഫോട്ടോ. കാരണം 3.5 വർഷം ഞാൻ ആ സാധനത്തിന്റെ ഉള്ളിലേക്ക് ഉണ്ടായി. എനിക്ക് ലൈഫിൽ it's a negative energy. So it was like very very powerful, very badly. എല്ലാവർക്കും രഞ്ജിൻ ചേച്ചി എല്ലാവർക്കും അറിയാം, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടോ എല്ലാം. സോ ആ ടൈമില് ഒരു ആളെ പോലെ ജാനു എന്താണ് നീ ഹോട്ടലിൽ താമസിക്കുന്നത്, വാ നമുക്ക് പുതിയ വീഡിയോ നോക്കി കണ്ടുപിടിക്കാം, ഇപ്പൊ നമ്മളുടെ കൂടെ താമസിക്കുക. ഒരാൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നും ഇല്ലാത്ത എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ച് എൻ്റെ കൂടെ കിടന്നിട്ട് ഇപ്പൊ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റൈലിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരാളുടെ യു ഡോണ്ട് ലവ് മീ ദെൻ ഗെറ്റ് ലോസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. അത് ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തായിരുന്നു പാരനോർമൽ ആക്ടിവിറ്റി ആയിട്ട് നടന്നിട്ടുള്ളത്?
That's energy. 15. You know about jinn? ആ ആ Jinn. ആ So there is like 3 kind of jinn was there. One is like a small one. ഉം. They will destroy everything financially. പൊട്ടിക്കുകയൊക്കെ ചെയ്യും എന്തെങ്കിലും? സാധനങ്ങളും പൊട്ടിക്കും. ആ. ആ വീട്ടിൽ ആരാ വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല 5 മിനിറ്റ് അപ്പ ഓടും. ആണോ? പിന്നെ ലൈറ്റ് ഓഫ് ആക്കി, ലൈറ്റ്സ് എല്ലാം ഓഫ് ആക്കി കാട്ടി. എങ്ങനെയായിരുന്നു ആദ്യമൊക്കെ കിടന്നോണ്ടിരുന്നത്? ഫസ്റ്റ് ടൈം നമുക്ക് പേടിയുണ്ടായി. പിന്നെ എന്റെ കൂടെ എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായി കവി. പിന്നെ നമുക്ക് ചിരി വന്നെ തുടങ്ങി. ഡോള് തുടങ്ങിയ മക്കളെ സൗണ്ട് പാടും. ആണോ? ഒരു കുട്ടിയുണ്ടോ എപ്പോഴും വന്നിട്ട് എന്റെ കൂടെ കിടക്കും. പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് സൈഡ് സ്ഥലമുണ്ട്. എനിക്കറിയാം കുട്ടി വന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളിൽ ഇരിക്കുന്നത് കാലെ തൊട്ടുമില്ല, എങ്ങനെ അങ്ങനെ തൊട്ടും ഞാൻ വന്നല്ലോ കിടക്ക് കവി ചീരിച്ച് ചത്തു പോവും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സിദ്ദിഖ് പറഞ്ഞിട്ട് പമിച്ചിട്ടിന്റെ കൂടെ ഉണ്ടായി. ഈ വാസ് മിസ്റ്റർ കേരളസിലെ ഉണ്ടായി. അപ്പോൾ ജാനു എന്റെ ഇറ്റാटे പോലെ ഞാൻ വന്നിട്ട് നോക്കാം, അവനെ വാ നോക്കൂ. അവന് വന്ന് 2 ദിവസം പിറ്റേ ദിവസം അവന് ബാൽക്കണിയിലേക്ക് ഉറങ്ങി, ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ അവന് പറഞ്ഞു ഞാൻ എങ്ങനെ പൊട്ടെ അല്ലെങ്കിൽ ഞാൻ ചാടും. രാത്രി 3 മണിക്ക് അവനെ ഇറങ്ങിപ്പോയി. അങ്ങനെ അവസ്ഥ ഉണ്ട്. ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ച് എല്ലാവരും കൂടി അറ്റ്ലീസ്റ്റ് ജന്മ എൻ്റെ വീട്ടിൽ ഈ 2 മാസം താമസിക്ക് കുഴപ്പമില്ല, നോ പ്രോബ്ലം, വിൽ സീ എ ന്യൂ ഹൗസ് ആൻഡ് വിൽ ടേക്ക് യു, നോ പ്രോബ്ലം. നോ സിംഗിൾ പേഴ്സൺ ആസ്ക്. സോ മോർ ദാൻ ദാറ്റ് യു കൻ. നവിന്റെ കാര്യം ഞാൻ താമസക്കായിട്ട് പറഞ്ഞു. പക്ഷെ സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദാറ്റ് വാട്ട് ഐ ലേൺ ഫ്രം ദെൻ ഐ ഫോർഗോട്ട് ദാറ്റ് ഫക്കിംഗ് പീപ്പിൾ യു ആർ കമ്മിങ് ആൻഡ് ഗോയിങ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലൊന്നും അധികം ഇടപെടാറുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ മിന്നി പറഞ്ഞു പോകുന്ന ഒരാളാണ് ജർമ്മനി. അപ്പോ അതെന്തുകൊണ്ട് അങ്ങനെ? ഫസ്റ്റ് തിങ് എനിക്ക് അൺനെസസറി സഡൻസിൽ പോയിട്ട് താല് കയറിയിട്ട് ഓൾറെഡി എനിക്ക് 10,000 പ്രശ്നമുണ്ടോ, അന്നത്തെ ഞാൻ പ്രശ്നത്തിലേക്ക് കയറില്ല. നല്ല എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. ദാറ്റ് ഈസ് ഫോർ ദാറ്റ് ഐ ഓൾവേസ് ദാറ്റ്. പ്രശ്നത്തിൽ ഞാൻ ഇരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ മാറി. ദാറ്റ്സ് ബാഡ്. കാരണം ഞാൻ മലയാളി അല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറയും, അതാ വെച്ചിട്ട് വേറെ എന്തെങ്കിലും രീതിയിലേക്ക് കൊടുക്കും. കാരണം ലാസ്റ്റ് ഒരു ഫൈറ്റിംഗ് കൊണ്ടിട്ട് രഞ്ജുടെ കൂടെ ഞാൻ ഇരിക്കുന്ന ടൈമിൽ എന്നെ ഭയങ്കരമായിട്ട് നമ്മളുടെ ആൾക്കാർ മാത്രം എന്നെ തേടി വിളിച്ചിട്ട് ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ പോലെ കമ്മ്യൂണിറ്റിയെ കൂടെ നമ്മൾ ഇരിക്കുന്നത് എന്താ കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ ഉണ്ടാകുന്ന ടൈമിൽ ഹൈഡി സദിയ ആയിക്കോട്ടെ, വേറെ 2-3 ആയിക്കോട്ടെ, എന്റെ വേണ്ടി മനസ്സിലാക്കുന്ന ആൾക്കാരെയാണ്, സഹായം ചെയ്യുന്ന നമ്മളെ ആൾക്കാർ തന്നെ. ഈ ആൾക്കാരുടെ വേണ്ടി അവര് അത്ര ചീത്ത വീഡിയോസ് ആയിട്ട് എന്താ പറയുക യൂട്യൂബിലെ കൊടുത്ത് തിരിച്ചു വന്നിട്ട് കഴിഞ്ഞിട്ട് ആ ജാൻബ അത് ഞാൻ ജാസ്തി ഞാൻ എഴുതിത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ദം. ഞാൻ ചോദിക്കട്ടെ അഭിഷേകിന്റെ അടുത്ത്, ജാൻമണിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? ജാൻമണി ഭയങ്കര റിയൽ ആണ്, അൺഫിൽറ്റേർഡ് ആണ്. എല്ലാം ഞാനിപ്പോ അത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ സിഗരറ്റ് വലിക്കും, ഞാൻ ആരെയും വലിക്കാൻ അഡ്വർടൈസ് ചെയ്യുന്നില്ല എന്നാണ് ജാനു പറയുന്നത്. ജാനുവിന് ഇഷ്ടമുള്ള ജാനു ചെയ്യും. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് ആക്കണമെങ്കിൽ ഫ്രണ്ട് ആക്കാം. ഉള്ളത് മുഖത്ത് നോക്കി അതുപോലെ പറയും. അല്ലാതെ പിന്നിൽ നിന്നുള്ള ഒരു കുത്തണ സ്വഭാവം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ അഭിഷേക് എനിക്ക് ഇഷ്ടമായില്ല, എന്നെ വിളിച്ച് തെറി പറയും, ഇതൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതവിടെ തീർന്നു. അതവിടെ തീർന്നു. ഞാൻ പറയട്ടെ, എന്നിട്ടും അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ജമ്മായിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ആൾക്ക് തോന്നില്ലല്ലോ, ആൾക്ക് നവീനാണ്. അല്ല, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പണി കിട്ടുക. കൂടുതൽ റിയൽ ആയി നിൽക്കുമ്പോ കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടാവും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഞാൻ അഭിഷേക് എത്ര സീറ്റ പറഞ്ഞില്ല, അവന്റെ സൈഡിലോട്ടൊക്കെ അവന് വിഷമം വരും, ചിലപ്പോൾ ഒബ്വിയസ്ലി ദേഷ്യം വരും. കാരണം അഭിഷേക് ഓൾസോ എന്റെ അടിമ അല്ല, എന്റെ ഫ്രണ്ട് മാത്രമായിട്ട് എന്റെ എല്ലാം കാര്യം അഭിഷേക് ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് പോകുന്ന ഒരു ആൾ ആക്കി ഞാൻ നോക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യത്തിൽ, കാരണം ഞാൻ അനുഭവിക്കുന്ന സാധനങ്ങളും നീ അനുഭവിക്കണ്ട. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? കാരണം ഞാൻ കുറെ കറഞ്ഞ് രഞ്ജിത് ചേച്ചിക്ക് അറിയാം. വാട്ട് യു തിങ്ക്? അവിടെ ഐസ് ഞാൻ വെള്ളം കുടിച്ചിട്ട് ഉറങ്ങുന്ന ഒരാളാണ്. ഈ ലോക്ക്ഡൌൺ 2 ലോക്ക്ഡൌണിന്റെ ഇൻ ബിറ്റ്വീൻ ഐ ലോസ്റ്റ് മൈ ഹോൾ ബിസിനസ്. എന്റെ പാർട്ട്നേഴ്സ് എന്റെ തലയൊക്കെ കേസ്, ഇപ്പൊ സെറ്റിൽമെന്റ് കേസ് ഹൈക്കോടതിയിൽ ഇപ്പോഴും ഉണ്ടോ? സോ എനിക്ക് അതാ പറയാൻ ബുദ്ധിമുട്ട്. ആൾക്കാർ പറഞ്ഞു അയ്യോ അതാ പുറത്തേക്ക് വന്നിട്ടില്ല, ജാൻമണി പേര് ചിത്തപ്പോ എന്താ ചെയ്ത ഞാൻ കട്ടടിച്ചിട്ട് പൈസ അല്ലല്ലോ. ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്ന കൊറോണ വന്ന ബിസിനസ് പൊട്ടി. പക്ഷെ ഞാൻ എന്റെ അല്ലെ അഭിഷേക് എന്റെ മൈൻഡ് റെസ്പെക്ടില്ല, ഞാൻ തിരിച്ചു കൊടുക്കാം. പക്ഷെ എനിക്ക് കുറച്ച് ടൈം വേണം. അതിന്റെ സെറ്റിൽമെന്റ് പോയിട്ട് നടക്കട്ടെ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ വൺ റോബറി അല്ലെങ്കിൽ ഒരു മർഡർ. ഇപ്പൊ
ഇപ്പൊ മീഡിയ ഒക്കെ പറയുന്നത് ഞാൻ എല്ലാം മീഡിയ ഒക്കെ പറയുന്നത് ചിലപ്പോൾ എൻ്റെ കറക്റ്റ് ഇന്റർവ്യൂസ് ലാസ്റ്റ് ടൈം കൈരാലിയിലെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും ചിലപ്പോൾ കുറെ ആൾക്കാർ കേൾക്കില്ല തമസ കഴിഞ്ഞിട്ട് മാത്രം അത് വൈറൽ പക്ഷെ ലൈഫിൽ ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടോ whoever people with us whoever came and got 2-3 hours a flat car everything never ask me how are you Janu so other guys we don't have any expectance from the people നമുക്ക് ഒരു ആവശ്യമില്ല ദാറ്റ്സ് ഓക്കെ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ആം ഓൾവേസ് പ്രൊട്ടക്റ്റീവ് അങ്ങനെ ചെയ്യണ്ട ഓക്കെ നമ്മുടെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് നമ്മളൊരു ഇത് ക്രോസ് ചെയ്ത് പോയില്ല ഞാൻ എനിക്ക് തോന്നുന്നു ജാനുമായിട്ട് തല്ലൂടിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു മോശമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് വരെ എന്റെ വായിന്ന് ജാനുവിന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വരാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊരു വർക്ക് വരുമ്പോ അവരിപ്പോ ചോദിക്കണം ഒരു സെലിബ്രിറ്റിനെ കൂടി കൊണ്ടുവരാൻ പറ്റും ഒബ്വിയസ്ലി ഞാൻ ജാനുവിന്റെ പേര് പറയാം അതുപോലെ ജാനുവിന് വരാണെങ്കിൽ ജാനു എന്റെ പേരാ പറയാം അപ്പൊ നമ്മളൊരു മ്യൂച്വൽ ഒരു ബോണ്ട് ഉണ്ട് അത് ഫൈറ്റിംഗ് ബിയോണ്ട് ഫെയിം എല്ലാത്തിനും നമുക്ക് ഉള്ളിലൊരു സ്നേഹമുണ്ട് അഭിഷേക് എനിക്ക് എത്ര ടൈം സഹായിച്ചു ദാറ്റ്സ് വൈ ഒരു 1.5 ഞാൻ വീട്ടിലെ അമ്മ എനിക്ക് ഫസ്റ്റ് അമ്മന്റെ ഇതായിട്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിലെ പോണ അച്ഛനെ വിളിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ കേറിക്കോ ഞാൻ വീട്ടിലിരിക്കുന്ന ഞാൻ എന്താ ചെയ്യാൻ ഞാൻ കറന്റ് അഭിഷേക് വിളിച്ചിട്ട് അപ്പ തന്നെ അഭിഷേക് ടിക്കറ്റ് ചെയ്ത് കൊടുത്തേ വിതൗട്ട് ആസ്കിങ് ജാനു ഞാൻ ചെയ്തോക്കോല്ലാം സോ അത്ര നമുക്ക് ആ ബോണ്ടിങ് എപ്പോഴും വേണം എത്ര ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കേട്ടിച്ചിട്ട് ഒബ്വിയസ്ലി അങ്ങനെ പോകാൻ പറ്റില്ല അത് ഞാൻ ഈ ജീവിതത്തിൽ ആൻഡ് അത് വ്യൂസിനും ഇതിനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല അങ്ങനെ വ്യൂസിനുള്ള കുറെ ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് വന്നായിരുന്നു പക്ഷെ അവരൊക്കെ ഒരു 2-3 months ഉണ്ടായിരുന്നുള്ളൂ ആ വ്യൂസ് കഴിഞ്ഞപ്പോ പോയി 1.5 years ഉള്ളത് ഇപ്പൊ വിത്ത് യുവർ പെർമിഷൻ ഞാൻ കുറച്ച് അടി കിട്ടാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഓൾറെഡി ഇവിടെ ചൂടായിരിക്കാൻ അതിലോട്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ